ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നും ഒരു പുഡിങ്ങുമായിട്ട് ഞാൻ വരികയാണ്. നമ്മുടെ ടെറസ് കിച്ചണിൽ വരുമ്പോൾ ഇപ്പോൾ പുഡിങ് ഉണ്ടാക്കാനാണ് കൂടുതൽ ഇഷ്ടം തോന്നുന്നത്. മെയിനായിട്ട് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതും വളരെ സിമ്പിൾ, എല്ലാം നമ്മൾ സിമ്പിൾ പുഡിങ്സാണ് ചെയ്യുന്നത്. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഭയങ്കര എക്സോട്ടിക് ആൻഡ് ടേസ്റ്റി ആയിരിക്കും. ഇതെന്താണെന്ന് വെച്ചാൽ ബനാന ആൻഡ് ചോക്ലേറ്റ് ക്രീം പുഡിങ്ങാണ്. അപ്പോൾ ഇത് ബനാന മനസ്സിലായല്ലോ, റോബസ്റ്റ ഒരു 6-7 വലിപ്പം അനുസരിച്ച് വേണ്ടി വരും റോബസ്റ്റ പഴം. പിന്നെ ഒരു സ്പഞ്ച് കേക്ക് ഒരു ബട്ടർ കേക്ക് വേണം. അതിവിടെ റെഡിയാണ്, ഞാൻ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ ഒരു കേക്ക് ഉണ്ടാക്കണം ഞാൻ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ തന്നെ പല വീഡിയോസിലും ബട്ടർ കേക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ക്രിസ്മസ് സീരീസിലൊക്കെ ചെയ്തിട്ടുണ്ട്. ബട്ടർ കേക്ക് ചെയ്തിട്ടുണ്ട്, സ്പഞ്ച് കേക്ക് ചെയ്തിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു റെസിപ്പി ഫോളോ ചെയ്താൽ മതി. അല്ലെങ്കിൽ കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ടൊരു കേക്ക് മേടിച്ചാലും മതി, ബട്ടർ കേക്ക്. ഒരു പുഡിങ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എളുപ്പമായിട്ട് ചെയ്യണമെങ്കിൽ പെട്ടെന്നൊരു കേക്ക് മേടിച്ച് ചെയ്യാം. ലാഭത്തിന് ചെയ്യണം നോക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് ചെയ്താലും ഓക്കെയാണ്. അപ്പോൾ ബനാന ആൻഡ് ചോക്ലേറ്റ് ക്രീം പുഡിങ്ങാണ്. അപ്പോൾ ക്രീമി ആയിട്ടുള്ളൊരു സംഭവമൊക്കെ ഉണ്ടെന്ന് മനസ്സിലായല്ലോ. കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാണ്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് ചില പരിപാടികളുണ്ട്, കാണിച്ചു തരാം. ഓക്കെ, പ്രധാനമായിട്ട് ഇത് നോക്കിക്കോളൂ. ഇതിപ്പോൾ ഞാൻ ഡാർക്ക് ചോക്ലേറ്റാണ് വെച്ചിരിക്കുന്നത്. ഡാർക്ക് ചോക്ലേറ്റ് ഒരു 125 grams ഉണ്ട്. ഏകദേശം ഒരു കപ്പെന്ന് പറയാം. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇതിങ്ങനെ ഞാൻ ചോപ്പ് ചെയ്താണ് ഇങ്ങനെ ഇത് വെച്ചിട്ട്. ഓക്കെ, കത്തി വെച്ചിട്ട്. ഇത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഡാർക്ക് ചോക്ലേറ്റ് ആകുമ്പോൾ നല്ല കളറും കൂടി ഉണ്ടാവും. അതല്ല മിൽക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ അങ്ങനെ ആയാലും മതി. ഓൾമോസ്റ്റ് 1 കപ്പ്. ഓക്കെ, 125 grams എടുത്ത് വയ്ക്കുക. ഇത് ഏകദേശം ഒരു 1/4 കപ്പോളം പാൽ നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുക. ഒരു 1/2 കപ്പ് വേണമെങ്കിൽ ഇച്ചിരി കൂടെ ആകാം. ഷുഗർ ഇതിപ്പോൾ 2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യം ഇവിടെ ഓൾറെഡി റെഡി. ഇനിയിപ്പോൾ ഈ ചോക്ലേറ്റിനെ ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് അടുപ്പ് കത്തിച്ചു. പാത്രത്തിലേക്ക് ചോക്ലേറ്റിൻ്റെ പീസസും ഈ കുറച്ച് പാലും, ഓക്കെ, പിന്നെ ഷുഗർ. അപ്പോൾ ഒരു 1/2 കപ്പ് പാലാണ് വേണ്ടത്. ഓക്കെ, 1/2 കപ്പ് മിൽക്ക് പ്ലസ് ദ ചോക്ലേറ്റ്. ഒരു 125 grams ഓർ ഇങ്ങനെ എടുക്കുന്ന ഒരു കപ്പ് എടുക്കാം. എന്നിട്ട് പഞ്ചസാര ഒരു 2 ടേബിൾ സ്പൂൺ. ഇതൊന്ന് ചെറിയ തീയിലിട്ടിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ആകും. ഈ പാല് ചൂടാകുമ്പോൾ തന്നെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് തുടങ്ങും. അങ്ങനെ ആലോചിച്ചാൽ മതി. ഓൾറെഡി ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മതി, ഇത്ര ആവശ്യമുള്ളൂ. ഇനി ആ ഒരു ചെറിയ ചൂടിൽ വെച്ച് തന്നെ അത് മെൽറ്റ് ആയിക്കോളും. This is more than enough. വളരെ ചെറിയ തീ ഇട്ടാൽ മതി കേട്ടോ. ഇതൊരു മെത്തേഡ്. ഇനി വേറൊരു മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ തീ ഓഫ് ചെയ്യുന്നു. വേറൊരു മെത്തേഡ് വേണമെങ്കിൽ നമുക്ക് പാലും പഞ്ചസാരയും കൂടി ചൂടാക്കിയിട്ട് അതിലേക്ക് അത് പുറത്തേക്ക് എടുത്തൊരു ബൗളിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. അത് മെൽറ്റ് ആയിക്കോളും. അങ്ങനെയും ചെയ്യാം. അതായത് ഡാർക്ക് ചോക്ലേറ്റിന് മധുരം കുറവാണ്, കുറച്ചൊരു കുറവ്, ഒരു ബിറ്റർനെസ് ഉണ്ടാവുമല്ലോ. പക്ഷേ അത് മാറും. നമ്മളിപ്പോൾ പഞ്ചസാരയും കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ദി ഡാർക്ക് ചോക്ലേറ്റ്. ഒരു സോസി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു സൈഡിലിരിക്കട്ടെ, ഒന്ന് തണുക്കട്ടെ. ഇനി വേറൊരു ബൗളിലേക്ക് ഞാൻ ഒഴിക്കുവാണേ. ദിസ് ഈസ് ദ മെൽറ്റഡ് ചോക്ലേറ്റ്. ആ ഒരു മിക്സാണ്. ഭയങ്കര തിക്കല്ല, പക്ഷേ ഇതിനെ അല്പം ഒന്ന് തണുക്കട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രഷ് ക്രീം ഒരു 2 കപ്പാണ് ചേർക്കേണ്ടത്. $250 ml ടെട്രാ പാക്കാണ് വാങ്ങുന്നതെങ്കിൽ അതൊരു 2 പാക്കറ്റ് എടുത്തോളൂ. പിന്നെ നമ്മൾ അടുത്ത 2nd കപ്പും കൂടി ചേർക്കും. ദിസ് ഈസ് ദ ഫ്രഷ് ക്രീം. ഇനി വിപ്പിംഗ് ക്രീമിലാണ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതാണെങ്കിലും ആകാം. അത് പക്ഷേ കുറച്ചുകൂടി ഒരു തിക്കർ വേർഷനായിട്ട് വരും. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ക്രീം ഈസ് റെഡി. ഓക്കെ, ഇനി കുറച്ച് സോക്കിംഗ് സിറപ്പിനായിട്ട് ഒരു 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് എടുക്കാം. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ്, പിന്നെ കുറച്ച് പാല്. സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം.
ഏകദേശം ഒരു കപ്പ് പാൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യാനുസരണമാണ്. 1 മുതൽ 1.5 കപ്പ് പാൽ വരെ ആകാം. അത്യാവശ്യം മധുരമുണ്ട്, വേറെ പഞ്ചസാരയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. 1/2 കപ്പ് കണ്ടൻസ് മിൽക്കും 1 കപ്പ് പാലും, വാനില എസൻസ് 1/2 ടീസ്പൂൺ. ഇത് നമുക്ക് സെറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഒരു സ്ക്വയർ പാത്രമാണ് കുറച്ചുകൂടി ഐഡിയൽ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എൻ്റെ സ്ക്വയർ പാത്രം കുറച്ച് ഓവർ വലുതായിപ്പോയി. എൻ്റെ പണ്ടത്തെ ഒരു പാത്രം കാണാനുമില്ല. 1 അല്ല 2 പാത്രങ്ങൾ മിസ്സിങ് ഉണ്ട്. ഈ സ്ക്വയർ ഷേപ്പിലെ സ്ഥിരം ഉപയോഗിക്കുന്ന 2 പാത്രങ്ങൾ ഇപ്പോൾ കാണാനില്ല. ഇപ്പോൾ ഇത് ഞാൻ പുതിയത് മേടിച്ചാണ്, പക്ഷേ ഇത് ഇച്ചിരി കൂടുതലാണ് ഹൈറ്റ്, വലിപ്പം. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി കോമ്പാക്റ്റ് ആവാൻ വേണ്ടി ഇതെടുത്തേ. ഓക്കെ, ഇനി ഇതിനകത്ത് ആദ്യം നമ്മൾ ചെയ്യാൻ പോണത്, പിന്നൊരു കാര്യം, കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടി സെറ്റ് ചെയ്ത് വയ്ക്കാം. പിന്നെ വേണ്ട റോബസ്റ്റ പഴമാണ്. അത് സമയമാകുമ്പോൾ നമുക്ക് അരിഞ്ഞെടുക്കാം. ആദ്യം നമ്മുടെ ചോക്ലേറ്റ് ക്രീം. ഇത് ഞാൻ ഫ്രഷ് ക്രീമിൽ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ഇനി നമുക്ക് വിപ്ഡ് ക്രീമാണ് കുറച്ചുകൂടെ ഒരു ഫ്ലഫി ആയിട്ടുള്ള ഇൻ ബിറ്റ്വീൻ ലെയേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം ഒരു കപ്പ് എടുത്തിട്ട് നന്നായിട്ട് വിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഈ ചോക്ലേറ്റ് നമ്മൾ മെൽറ്റ് ചെയ്തെടുത്തില്ല അതിൻ്റെ കൂടെ ചേർത്തിട്ട് ഉപയോഗിക്കാം. ആദ്യം കുറച്ച് നമ്മുടെ ചോക്ലേറ്റ് ക്രീം ഒരു ചെറിയ ലെയർ ഒഴിച്ചാൽ മതി. ഓക്കെ, ഇതിൻ്റെ മുകളിലായിട്ട് കേക്കിൻ്റെ ബട്ടർ കേക്കാണിത്, ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ സ്ക്വയർ ഷേപ്പിലെ പാത്രമാണെങ്കിൽ കുറച്ചുകൂടി ഈ കേക്ക് അടുക്കാനായിട്ടെല്ലാം കുറച്ചുകൂടി ഈസി ആയിരിക്കും. സൈഡ്സൊക്കെ ഫില്ല് ചെയ്ത് പോകാൻ എളുപ്പമായിരിക്കും. ഓരോ ഷേപ്പിൽ തന്നെ കറക്റ്റ് കിട്ടും. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ചെയ്യണമെന്നേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലായിട്ടാണ് സോക്കിംഗ് സിറപ്പ് കേക്കിലേക്കാണ് വേണ്ടത്. കുറച്ച് സോക്ക് ചെയ്ത് കൊടുക്കാം. താഴത്തെ നമ്മുടെ ചോക്ലേറ്റ് ക്രീമിൻ്റെ ലെയറും ഈ ഒരു സോക്കിംഗ് സിറപ്പും കൂടി ആകുമ്പോൾ പെർഫെക്റ്റ്ലി സോക്ഡ് ആകും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പഴത്തിൻ്റെ ഒരു ലെയർ അടുക്കാം. റോബസ്റ്റ പഴത്തിൻ്റെ ലെയർ നന്നായിട്ടൊന്ന് അടുക്കി വയ്ക്കുക. എപ്പോഴും ചോക്ലേറ്റും റോബസ്റ്റ പഴവും എല്ലാം ഭയങ്കര നല്ല കോമ്പിനേഷൻസാണ്, പരസ്പര പൂരിതമാണ്, നല്ല ചേർന്ന് പോകുന്ന കാര്യങ്ങളാണ്. ഇതെൻ്റെ കയ്യിലുള്ള റോബസ്റ്റ പഴം കുറച്ച് ചെറുതായതുകൊണ്ട് റൗണ്ട് കുറച്ച് ചെറുതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ എണ്ണത്തിൽ കൂടുതൽ വേണ്ടി വരും. അപ്പോൾ ഫുൾ ജാമായിട്ട് അടുക്കുക മാക്സിമം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്ത് പോകാം. യെസ്, കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ്, അതിങ്ങനെ ഇടയ്ക്ക് കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടും. ഇനി വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നമ്മുടെ ചോക്ലേറ്റ് ക്രീം ഒഴിച്ചു കൊടുക്കാം. അത് താഴേക്ക് പോയി കേക്കിലും കൂടി എല്ലാം വീണ്ടും സോക്കായിക്കൊണ്ടിരിക്കും. ഇറ്റ്സ് ഓക്കെ. ഇനി വീണ്ടും നമ്മൾ കേക്ക് പീസസ് അടുക്കുന്നു. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് സോക്കിംഗ് സിറപ്പ്. എത്ര കാര്യങ്ങൾ വന്നാലും ഈ കേക്ക് അങ്ങോട്ട് സോക്കാക്കി എടുക്കും എല്ലാ കാര്യങ്ങളും. ഒഴിക്കുമ്പോൾ തന്നെ അത് വലിച്ചെടുക്കുന്നു. ഓക്കെ, ഇതിൻ്റെ മുകളിൽ വീണ്ടും പഴത്തിൻ്റെ ഒരു ലെയർ അടുക്കാം. മാക്സിമം സോക്കിംഗ് സിറപ്പ് ഒഴിക്കുക കേട്ടോ, ഒരു കുറവും വരുത്തണ്ട. സംഭവം നമ്മുടെ ആവശ്യത്തിനുണ്ട്. ബനാന ലെയർ ഇസ് കമ്മിങ്. യെസ്, സർക്കിൾ ചെയ്ത് പോവാം. അപ്പോൾ എളുപ്പമായി. സോ ദിസ് ലെയർ ഇസ് ഓൾസോ ഓൾമോസ്റ്റ് കംപ്ലീറ്റ്. എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ വയ്ക്കാം കേട്ടോ, കുഴപ്പമില്ല. കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ചോക്ലേറ്റ് ചിപ്സ്
അവിടെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നു. ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന പോലെ ഇടുകയാണ്. ഓക്കെ, കുറച്ച് കൂടുതൽ കടിക്കാൻ കിട്ടുന്നതല്ല. ആൻഡ് ഇതിൻ്റെ ടോപ്പിൽ നമ്മുടെ ചോക്ലേറ്റ് ക്രീം. ഇനി വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ കേക്ക് പീസസ്. ഓക്കെ, നല്ലൊരു ലെയർ കൊടുക്കാം. ഇത് സോക്കാകുമ്പോൾ താഴോട്ട് പോയിക്കോളും. ഓക്കെ, ഒട്ടും കുറയ്ക്കേണ്ട ആവശ്യമില്ല. വി ക്യാൻ ഫിൽ ലൈക്ക് ദിസ്. ഇതിന് മുകളിലായിട്ട് സൂക്കിംഗ് സിറപ്പ്. ഈ ചോക്ലേറ്റ് ക്രീം കൊണ്ട് ഇത് കംപ്ലീറ്റ്ലി സോക്കാകില്ല, അതതിൻ്റെ ഒരു ഭാഗമാകുള്ളൂ. പക്ഷേ ഈ ഒരു സോക്കിംഗ് സിറപ്പ് ഇതിന് വേണ്ടി മാത്രമാണ്. ആ കേക്കൊന്ന് നല്ലതായിട്ട് സോക്കാകാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ചോക്ലേറ്റ് ക്രീം കംസ് ആസ് എന്താ പറയുക, ടേസ്റ്റ്, ഒരു ചോക്ലേറ്റി ടേസ്റ്റ് കിട്ടാനാണ് കൂടുതലായിട്ടും. പിന്നെ എൻ്റെ ഒരു പ്രോസസ്സിൽ ഇതിൻ്റെ കൂടെ സോക്കാകും. പക്ഷേ നമ്മൾ വിപ്പിംഗ് ക്രീമിലാണ് ചെയ്യുന്നതെങ്കിൽ ഒട്ടും തന്നെ ചോക്ലേറ്റ് ക്രീം സോക്കാകില്ല. ഈ ഒരു സോക്കിങ്ങാണ് കേക്കിന് വേണ്ടത്. അത് വെറുതെ ഇടയ്ക്കിടയ്ക്കുള്ളൊരു സാൻഡ്വിച്ചിങ് ഫീൽ മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ എഗൈൻ ദാറ്റ് ഈസ് ഓൾസോ നൈസ്. അത് കുറച്ചുകൂടെ ഒരു ടെക്സ്ചർ ഡിഫറൻസ് ഉണ്ടാക്കും. നല്ലൊരു എന്താ പറയുക, ഫ്ലഫി ആയിട്ട് ക്രീമി ആയിട്ടിരിക്കും. ദാറ്റ്സ് ഓൺലി ഡിഫറൻസ്. അപ്പോൾ ഇത് നന്നായിട്ട് സോക്കാവാനുള്ള സോക്കിംഗ് സിറപ്പ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് പഴം അടുക്കി തുടങ്ങാം. നെക്സ്റ്റ് ലെയർ. അപ്പോൾ ഇപ്പോൾ ഒരു 3 ലെയർ ആയിട്ടുണ്ട്. പല പല ഇത് തന്നെയാണ് താഴേന്ന് ഇങ്ങനെ മുകളിലേക്ക് വരുന്നത്. ഓക്കെ, കുറവുള്ള ഭാഗത്തെല്ലാം നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. യെസ്, ഇറ്റ്സ് ഓൾമോസ്റ്റ് ഫുൾ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ചോക്ലേറ്റ് ക്രീം, ബാക്കി കംപ്ലീറ്റ് ഇതിനകത്തേക്ക് ഒഴിക്കാം. ഇത് താഴേക്ക് പൊക്കോളും. കുറച്ച് കേക്ക് പൗഡർ മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കേക്കിൻ്റെ കുറച്ച് പൊടിച്ച് വെച്ച ഭാഗം. ഒരു ടോപ്പിംഗ് ആയിട്ട് വീണ്ടും നമ്മൾ ചോക്ലേറ്റ് ചിപ്സ് അതൊന്ന് നിറച്ചിട്ട് കൊടുക്കാം. ഫിനിഷ്ഡ്. അപ്പോൾ ഒരു ഫിനിഷിങ് ആയി. ഓക്കെ, അങ്ങനെ നമ്മുടെ ബനാന ആൻഡ് ചോക്ലേറ്റ് ക്രീം പുഡിംഗ് ഇസ് റെഡി. സെറ്റായി കഴിഞ്ഞു. ഓക്കെ, ഇത് ഈ ഒരു പാത്രമായിട്ടാണ് ഇത്രയും ഡെപ്ത്ത്. ഈ ഡെപ്ത്ത് ഇത്രയും വരുമ്പോൾ നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ പ്രത്യേക ഒരു ഷേപ്പൊന്നും എടുക്കാൻ പറ്റില്ല. എല്ലാ ലെയറും കിട്ടുന്ന രീതിയിൽ നമുക്ക് സെർവ് ചെയ്ത് പോകാം. പക്ഷേ നമ്മളൊരു റെക്റ്റാങ്കിളോ സ്ക്വയറിലോ ഒക്കെയാണ് സെറ്റ് ചെയ്യുന്നതെങ്കിലും ഈ 3 ലെയേഴ്സ് കൊടുക്കുക. എന്നിട്ട് അത്യാവശ്യം, പക്ഷേ എന്നാലും ആ ഷേപ്പിൽ അങ്ങനെ ഒരു സ്ക്വയർ അങ്ങനെയൊന്നും പറ്റില്ല. നമ്മൾ ഒരു ട്രഫിൾ പുഡിംഗ് ഒക്കെ ചെയ്യുന്ന ആ ഒരു പാറ്റേണിൽ സെർവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നല്ല തണുപ്പിച്ച് കഴിക്കുക, ചിൽഡായിട്ട്. അപ്പോൾ ഈ സോക്ഡായിട്ടിരിക്കും നമ്മുടെ കേക്കെല്ലാം. സോക്ഡായിട്ട് ആ ചോക്ലേറ്റിൻ്റെയും ആ സോക്കിംഗ് സിറപ്പിൻ്റെയൊക്കെ ടേസ്റ്റ് വരും. ഇടയ്ക്കിടയ്ക്ക് ആ ചോക്ലേറ്റ് ചിപ്സ് കഴിക്കാൻ കിട്ടും. പിന്നെ എന്താ പറയുക, ആ ബനാന ഇടയ്ക്ക് വരുമ്പോൾ അതൊരു പ്രത്യേക സ്വാദല്ലേ. ഫ്രിഡ്ജിൽ വെക്കട്ടെ. ഇത് ടേസ്റ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അതിനുള്ള സമയം കാണുമോ എന്ന്. ഇത് ഫുൾ ചിൽഡായി കഴിഞ്ഞാലേ കഴിക്കുമ്പോൾ ആ ടേസ്റ്റ് അറിയുള്ളൂ. ഞാൻ നോക്കാം. ഓക്കെ, ശ്രമിക്കാം. അതിൽ കുറച്ച് സമയം എടുക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്യൂട്ടിഫുൾ പുഡിങ് ഉണ്ടാക്കി നോക്കണം, മറക്കണ്ട. ഓക്കെ, അടിപൊളിയാണ്. നമുക്കൊരു പാർട്ടിക്ക് സെർവ് ചെയ്യാം. അല്ലാണ്ട് നമുക്കൊരു മൂടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ, അവർക്ക് ഇഷ്ടമാവും.
എളുപ്പമാണ് ഉണ്ടാക്കാൻ, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഞാനിത് ഫ്രഷ് ക്രീമിൽ ചെയ്തു, നിങ്ങൾക്കത് വിപ്പിംഗ് ക്രീമിൽ ചെയ്യാം. അപ്പോൾ വേറൊരു ടെക്സ്ചറും കൂടി ആയി വരും, കുറച്ചുകൂടെ ക്രീമി ടെക്സ്ചർ കിട്ടും, അത്രേ ഉള്ളൂ. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എന്തായാലും അടിപൊളിയാണ് നമ്മുടെ ബനാന ആൻഡ് ചോക്ലേറ്റ് ക്രീം പുഡിംഗ്. അപ്പോൾ കമൻറ്റ് ബോക്സിലേക്ക് വരിക, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.